ഇടുക്കി നെടുങ്കണ്ടം ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ടവരുടെ പോസ്റ്റ്മോർട്ടം ഇന്ന്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആണ് പോസ്റ്റ്മോർട്ടം. പ്രതിയെന്ന് സംശയിക്കുന്ന സജിക്കായി തെരച്ചിൽ ഊർജിതമാണ്. വിവരങ്ങളുമായി ടോം കുര്യാക്കോസ് ആണ് ചേരുന്നത്. ടോം, ഒരുപക്ഷെ നടുക്കുന്ന തരത്തിലുള്ള ഒരു കൊലപാതകം എന്ന നിലയിലാണല്ലോ ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. ഇതിലിപ്പോൾ അന്വേഷണ സംഘം ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? അഭിലാഷ്, രണ്ടാഴ്ച മുൻപാണ് ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിനി മേരിക്കുട്ടിയെയും മകൻ റജിയെയും കാണാതാകുന്നത്. അതായത് ഈ മേരിക്കുട്ടിയും രണ്ട് മക്കളായ, അതായത് റജിയും സജിയും, രണ്ടുപേരും അവിവാഹിതരാണ്. ഇവർ ഒന്നിച്ചായിരുന്നു താമസം. മേരിക്കുട്ടി പക്ഷാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ കുറെ നാളുകളായി അവശ നിലയിലായിരുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകൾ, അതായത് രണ്ടാഴ്ചയിലധികമായി മേരിക്കുട്ടിയെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. നാട്ടുകാർ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ മകളെ വിവരം അറിയിക്കുന്നുണ്ട്. മകളാണ് പോലീസിൽ പരാതിപ്പെട്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് കഴിഞ്ഞ ദിവസം ഈ നെടുങ്കണ്ടത്ത് ഇവരുടെ വീട്ടിൽ അന്വേഷിച്ചെത്തി. ആ സമയം സജിയും, അതായത് ഇളയ മകൻ സജി വീട്ടിലുണ്ടായിരുന്നു. സജി ആ സമയം പോലീസ് തിരക്കി ഈ അമ്മയെയും മകനെയും കുറിച്ച്, അതായത് അമ്മയും ജ്യേഷ്ഠനെയും കുറിച്ചുള്ള വിവരങ്ങൾ തിരക്കിയപ്പോൾ തനിക്ക് അവർ ചികിത്സയ്ക്കായി തേനിയിൽ പോയതാണ് എന്നും ബന്ധുവീടുകളിൽ പോയി എന്നും അങ്ങനെ പരസ്പര വിരുദ്ധമായിട്ടുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള മൊഴികളായിരുന്നു നൽകിയത്. അതേ തുടർന്ന് പക്ഷെ പോലീസിന് ചെറിയ സംശയം തോന്നി, ഇയാളുടെ മൊഴികളിൽ ചെറിയ സംശയം തോന്നി. പക്ഷെ ആ വീടും പരിസരവും പരിശോധിച്ചപ്പോൾ അവിടെ വീടിനോട് ചേർന്ന് വീട്ടുവളപ്പിൽ തന്നെ മണ്ണ് ഇളകിക്കിടക്കുന്നതായി കണ്ടു. അങ്ങനെ പരിശോധന നടത്തിയപ്പോഴാണ്, അവിടെ കുഴിച്ചെടുത്ത് പരിശോധിച്ചപ്പോഴാണ് രണ്ട് ശരീര അവശിഷ്ടങ്ങൾ കണ്ടത്. വിശദമായി വീണ്ടും കുഴിയെടുത്തു, വീണ്ടും പരിശോധിച്ചു. അങ്ങനെ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. DNA പരിശോധനയ്ക്കായി രണ്ടുപേരുടെയും മൃതദേഹ ഭാഗങ്ങൾ അയച്ചിട്ടുണ്ട്. കാരണം രണ്ടുപേരും ശാസ്ത്രീയ പരിശോധനാ ഫലത്തിൽ, അതായത് നാളെ ഇത് ഈ മറ്റു കേസ് നടപടികളിലേക്കും വരുമ്പോൾ ശാസ്ത്രീയ പരിശോധന ഫലം നിർണായകമാകണം. രണ്ടുപേരും മരിച്ചത് മേരിക്കുട്ടിയുമാണെന്ന് വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ DNA പരിശോധനാ ഫലത്തിനായി മൃതദേഹാവശിഷ്ടങ്ങൾ, മൃതദേഹത്തിന്റെ ഭാഗം ഇത് അയച്ചിട്ടുണ്ട്. അതായത് മറ്റു ശാസ്ത്രീയ പരിശോധന ഫലമൊക്കെ ഈ കേസിൽ ഏറ്റവും നിർണായകമായിരിക്കും. പക്ഷേ ഈ സജിയെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതാണ് ഈ കേസിൽ ഒരു പോലീസിനെ സംബന്ധിച്ചുള്ള വെല്ലുവിളിയും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടി, സജിയാണ് കൊലപാതകം നടത്തിയതെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. കാരണം സജി ഈ സംഭവത്തിന് ശേഷം, ഈ മൃതദേഹം അവിടെ കണ്ടെത്തിയതിനു ശേഷം സജിയെ കുറിച്ച് യാതൊരു വിവരവുമില്ല. സജിയെ കണ്ടെത്താൻ വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. സജിയെ കണ്ടെത്തുന്നതിന് വേണ്ടി, തിരച്ചിൽ നടത്തുന്നതിന് വേണ്ടി ഡ്രോൺ പരിശോധനയാണ് പ്രധാനമായും നടത്തുന്നത്. ഈ നെടുങ്കണ്ടം പരിസര പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇയാൾ സംസ്ഥാനം വിടാനുള്ള സാധ്യതയും പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇത് കൊലപാതകമാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. എന്തിനാണ് ഇവരെ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. മദ്യലഹരിയിലാണ്. കാരണം സ്ഥിരമായും റജിയും സഹോദരൻ സജിയും തമ്മിൽ വീട്ടിൽ മദ്യപിച്ചെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. രണ്ടുപേരും കൂലിപ്പണിക്കാരാണ്. അങ്ങനെ സ്ഥിരം പ്രശ്നം ഉണ്ടാക്കും. അമ്മ പലപ്പോഴും ഇവരുടെ പ്രശ്നത്തിൽ ഇടപെട്ടാൽ പോലും രണ്ടുപേരും ഈ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നുണ്ട്. പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പക്ഷെ എന്തിനാണ് ഈ കൊലപാതകം നടത്തി? പെട്ടെന്നുള്ള പ്രകോപനം എന്താണ്? അമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്താണ്? ഒരുപക്ഷെ ഈ സഹോദരങ്ങൾ തമ്മിലുള്ള ഈ പ്രശ്നങ്ങൾക്കിടെ അമ്മ ഇടപെട്ടതായിരിക്കാം കൊലപാതകത്തിലേക്ക്, ഇരട്ട കൊലപാതകത്തിലേക്ക് വഴിവെച്ചതെന്ന് തന്നെയാണ് പോലീസിന് സംശയമുള്ളത്. നേരത്തെ ഈ സ്ഥിരമായി ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അങ്ങനെ മറ്റ് നാട്ടുകാരുമായിട്ടുള്ള പ്രശ്നമല്ല, ഈ സഹോദരങ്ങൾ തമ്മിൽ വീട്ടിൽ പ്രശ്നം പതിവായിരുന്നു. അവരുടെ സഹോദരിമാരെ വീട്ടിൽ പ്രവേശിപ്പിക്കാറില്ലായിരുന്നു. നാട്ടുകാരുമായി കാര്യമായ ബന്ധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു, മേരിക്കുട്ടിക്കും മകൻ റജിക്കും എന്ത് സംഭവിച്ചു എന്ന കാര്യത്തിൽ ചില അവ്യക്തത ഉണ്ടായിരുന്നത്. കാരണം രണ്ടാഴ്ച മുൻപാണ്, ഏകദേശം 15 ദിവസം മുൻപാണ് ഈ കൊലപാതകം നടന്നതെന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം. ഏകദേശം ഒരു 16-17 ദിവസമായി രണ്ടുപേരെ കുറിച്ചും യാതൊരു വിവരങ്ങളും ഇല്ലായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് മകൾ സിനി പോലീസിൽ പരാതി നൽകിയത്. പോലീസ് അന്വേഷിച്ചെത്തിയപ്പോൾ ഈ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയായിരുന്നു. പക്ഷേ ഇനിയും സജിയെ കണ്ടെത്തണം. അതിനുവേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിന്റെ കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്തണം. പ്രധാനമായും ഈ കുടുംബ പ്രശ്നമാകാം കൊലപാതകത്തിന് കാരണമെന്ന് ഉറപ്പിക്കുന്നുണ്ട്. മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളല്ല. കാരണം മദ്യപിച്ചു കഴിഞ്ഞാൽ, രണ്ടുപേരും വീട്ടിലെത്തിക്കഴിഞ്ഞാൽ, രാത്രിയായി കഴിഞ്ഞാൽ സ്ഥിരം പ്രശ്നങ്ങളാണ്. പലപ്പോഴും ഇവരുടെ അമ്മ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ ഈ അമ്മയെ കൊലപ്പെടുത്താനുള്ള കാരണം ഒരുപക്ഷെ മകനെ മർദ്ദിക്കുന്നത് കണ്ടപ്പോൾ, കൊലപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അത് തടഞ്ഞതായിരിക്കാം മേരിക്കുട്ടിയുടെ മരണത്തിനും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് തന്നെയാണ് നിഗമനം. 8 വർഷം മുൻപാണ് ഈ മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിനെ കാണാതാകുന്നതും. മാത്യുവിന്റെ തിരോധാനം സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹതകൾ നിലനിൽക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന് പിന്നിലും ഈ മക്കൾക്ക് ബന്ധമുണ്ടോ? ഇനി ആ അപ്പനെയും ഈ മക്കൾ കൊലപ്പെടുത്തിയതാണോ? അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ആവശ്യമാണ്. വിശദമായ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. അഭിലാഷ്, യെസ്, തീർച്ചയായും ഇതിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഏറെ നിർണായകമാകുമെന്ന് വേണമല്ലോ നമുക്ക് അനുമാനിക്കാൻ. അതുമാത്രവുമല്ല,
പ്രദേശവാസികളുടെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ പലപ്പോഴും മൊഴി മാറ്റിയൊക്കെ അല്ലെങ്കിൽ പല തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇയാളിൽ നിന്ന് ഉണ്ടായത് എന്നതുകൊണ്ടൊക്കെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ശാസ്ത്രീയ പരിശോധനയായിരിക്കുമല്ലോ. ഇതിലിപ്പോൾ ദൃക്സാക്ഷിയില്ലാത്ത ഒരു കേസ് ആണ് എന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയ പരിശോധനകൾ ഏറെ നിർണായകമാകില്ല. തീർച്ചയായും ശാസ്ത്രീയ പരിശോധനയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളത്. ഒന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കൊലപ്പെടുത്തിയത് സജി ആണെന്ന് കൃത്യമായി തെളിയിക്കണം. കൊലപാതകത്തിന്റെ കാരണം കണ്ടെത്താം. എങ്ങനെയാണ് കൊലപാതകം നടത്തിയത്, ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണം. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ മരണം സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഉണ്ടാകും. രണ്ടാമത്തെ കാര്യം, സജിയെ പിടികൂടണം. സജിയെ പിടികൂടിയാൽ മാത്രമേ കൊലപാതകത്തിന്റെ കാരണവും കൊലപ്പെടുത്തിയ രീതിയും വ്യക്തമാവുകയുള്ളൂ. കേസിൽ സാക്ഷികളില്ല എന്ന കാര്യം വ്യക്തമാണ്. പക്ഷെ ശാസ്ത്രീയ തെളിവുകളായിരിക്കും കേസിൽ നിർണായകമായിട്ടുണ്ടാവുക. സ്വാഭാവികമായും ഈ പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷ പോലീസിനുണ്ട്. പോലീസിന്റെ നിരീക്ഷണത്തിൽ തന്നെയാണ് പ്രതിയുള്ളത്. പക്ഷെ ഇയാൾ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ലൊക്കേഷൻ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. മറ്റൊരു സാധ്യത, തമിഴ്നാട്ടിലേക്ക് ഇയാൾ ഒളിവിൽ പോകാനുള്ള ഒരു സാധ്യതയാണ്. കാരണം പതിവായി ഇവർ തമിഴ്നാട് അല്ലെങ്കിൽ ഈ തേനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് സ്ഥിരമായി പോകുന്നവരാണ്, മറ്റു ജോലിയും മറ്റു ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചും അന്വേഷണം ആവശ്യമാണ്. ഒരുപക്ഷെ ഇന്നുകൂടി പ്രതിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന നടപടികളിലേക്ക് പോലീസ് നീങ്ങുമായിരിക്കും. എത്രയും വേഗം തന്നെ പ്രതിയെ കണ്ടെത്തേണ്ടത് അന്വേഷണ സംഘത്തിന്റെ ആവശ്യം കൂടിയാണ്. കാരണം ഇത് നാട്ടുകാരെ സംബന്ധിച്ചേറെ ഭീതിപ്പെടുത്തിയൊരു സംഭവം തന്നെയാണ്. വളരെ സമാധാനത്തോടെ ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആളുകളും അവിടെയാണ്, ആ നാട്ടിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു അനിഷ്ട സംഭവം ഉണ്ടാകുന്നത്. അത് വീട്ടിലൊക്കെ, അതായത് ആ പ്രദേശം കേന്ദ്രീകരിച്ച് പലപ്പോഴും മദ്യപിച്ച ആളുകൾ ബഹളം വെക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇത്തരം ഒരു കൊലപാതകം നാടിനെ നടുക്കിയിട്ടുണ്ട്. ഈ കൊലപാതകത്തിന്റെ കാരണം ഒരുപക്ഷെ മദ്യലഹരിയിലുള്ള തർക്കമാകാം, അതല്ലെങ്കിൽ ഈ വസ്തു തർക്കമാകാം, അല്ലെങ്കിൽ കുടുംബ പ്രശ്നമാകാം. ഈ മൂന്ന് സാധ്യതകളിലേക്കാണ് പോലീസ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിയെ പിടികൂടി കഴിഞ്ഞാൽ, മറ്റ് ശാസ്ത്രീയമായ എല്ലാ തെളിവുകളും കണ്ടെത്തി കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ കൃത്യമായൊരു ഒരു വ്യക്തത ഉണ്ടാകും. അതിനുവേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അതിവേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള, അല്ലെങ്കിൽ പോലീസിന് അടിയന്തരമായി പ്രതിയെ പിടികൂടുക തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനുവേണ്ടിയുള്ള തിരച്ചിലാണ്, ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. യെസ്, ഇടുക്കി നെടുങ്കണ്ടത്തുണ്ടായ ഇരട്ട കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ ഉള്ള ശ്രമത്തിൽ ആണ് പോലീസ്. അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ പരിശോധനാ ഫലങ്ങൾ ആയിരിക്കും ഇതിലേറ്റവും നിർണായകമാവുക. ഒപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുമ്പോഴായിരിക്കും പ്രാഥമികമായി എങ്ങനെയാണ് ഈ കൊലപാതകം നിർവഹിച്ചത് എന്നതിൽ ഉൾപ്പെടെ കൂടുതൽ വ്യക്തത കൈവരിക്കുകയുള്ളൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.